ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് ഇന്നത്തെ വീഡിയോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി വന്ന മാവ് വെച്ചിട്ടൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഞാനിവിടെ ഇപ്പോൾ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. പഴയ കാലത്തെ 4 മണി പലഹാരമായ പീച്ചാമ്പിടിയുടെയൊക്കെ ഒരു രൂപത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഇതേപോലെ ഒരു പാൻ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. നമ്മൾ അപ്പത്തിനും പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന നൈസായിട്ടുള്ള പൊടി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഈ സമയത്തൊന്നും ഗ്യാസ് ഓൺ ചെയ്യത്തില്ല. അതിനുശേഷം 1 കപ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളം വേണ്ടി വരും. വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മളെടുക്കുന്ന പൊടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെള്ളം ചേർക്കുന്നത്. ചൂടുവെള്ളമൊന്നുമല്ല ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എനിക്കിവിടെ 1 കപ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നിട്ടുള്ളത്. വെള്ളം കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ടിത് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഇപ്പം ഞാനിതിവിടെ കട്ടയില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾക്കിനി ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി ഇത് കൈവിടാതെ അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലത്തെ വെള്ളമെല്ലാം വറ്റി നമ്മൾ വാട്ടിയെടുക്കുന്ന പോലെ നല്ല കട്ടിയായിട്ട് അങ്ങ് വരും. ആ രൂപത്തിലാവുന്ന വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അടുക്കി പിടിക്കത്തില്ല. നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇപ്പോൾ ഇതിനകത്തെ വെള്ളമെല്ലാം ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട്. നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇത്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരുപാട് ഹാർഡാക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ ഓൾറെഡി ഇത് കുഴച്ചെടുത്തതാണ്, അതുകൊണ്ട് ഇനി കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ഇവിടെ കുറച്ച് സമയമായിട്ടുണ്ട്. ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഈ ഒരു സമയത്തിനകത്തേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടുള്ള ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ശർക്കരയുടെ പൊടിയാണ്. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഓർഗാനിക് ശർക്കരയുടെ പൊടിയാണ്. അതുകൊണ്ട് ഇതിനകത്ത് കല്ലൊന്നും തീരെ കാണത്തില്ല. 3/4 കപ്പ് ശർക്കരയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ ഉള്ളിലത്തെ കറുത്ത സീഡ് മാത്രമായിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് തേങ്ങ ചിരവിയതാണ്. 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ശർക്കരയുടെ പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ വെള്ളം ഒരുപാടൊന്നും ഇതിൽ കാണത്തില്ല. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് വെള്ളമൊന്നും തീരെ ഒഴിച്ചു കൊടുക്കരുത്. തേങ്ങയുടെ കുറച്ച് വെള്ളമൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. അത്രയും വെള്ളം മതി. എല്ലാം കൂടെ നമ്മൾക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് നല്ല ജീരകം എന്നൊക്കെ പറയുന്നതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിടയ്ക്ക് ഇതേപോലെ കിടക്കുന്നുണ്ടായിരിക്കും. അത് കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ ഉരുട്ടിയെടുക്കാം. ഈ സമയത്ത് തന്നെ ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കാം. ഞാനിവിടെ ഇപ്പോൾ ഇത് പീച്ചാമ്പടിയുടെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ആവി വരുന്ന അപ്പച്ചെമ്പിൽ ഇതേപോലെ ഇല വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് എല്ലാം കൂടെ പരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം തീ കുറച്ച് വെച്ച് വേവിക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ഒരുമിച്ച് കൊള്ളുന്നില്ലെങ്കിൽ 2 ട്രിപ്പായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം അടച്ചു വെച്ച് വേവിക്കാനായിട്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരം കൂടിയാണിത്. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളുടെ പലഹാരം തയ്യാറായിട്ടുണ്ടായിരിക്കും. ഒരുപാട് നേരം ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റിൽ തന്നെ ഇതായി കിട്ടും. രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇനി നിങ്ങൾക്കിത് എല്ലാം കൂടെ ഒരുമിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇഡ്ഡലിത്തട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ കുറച്ച് ചൂടാറി വന്നിട്ടുണ്ട്. ചൂടോടെ ഇത് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം വേണം ഇതെടുക്കാനായിട്ട്. ഇത് കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ഈ പലഹാരം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്